ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ വെച്ചാൽ നോക്കുന്നത് നാടൻ ചിക്കൻ കറി എങ്ങനെ വയ്ക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ചിക്കൻ പീസസൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒരു 3 തക്കാളിയില്ലേ അതും ചേർത്തിട്ട് ഒരു 4 പച്ചമുളകും കൂടെ അതിലേക്ക് ചേർക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിനേറെ നമ്മളിതിൽ ഉപ്പും കൂടെ ചേർക്കണം. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കണം. ആ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും പടർന്നതുപോലെ ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ട് ചേർത്ത് പേസ്റ്റിനെയും കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കറിലേക്ക് വെക്കണം. ഒരു 3 വിസിൽ വന്നാൽ മതി. ഇത് നന്നായിട്ട് വേകും കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ കണ്ടില്ലേ ചിക്കനൊക്കെ എങ്ങനെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് കണ്ടോ. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് തേങ്ങ എടുത്ത് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതിന് കൂടെ തന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല ഇതൊക്കെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വറുത്ത് എടുക്കണം. അതിനുശേഷം കുരുമുളക് പൊടിയും 1 സ്പൂൺ ഇതിൽ ചേർത്ത് ഇത് നന്നായിട്ട് കിണ്ടിയിട്ട് ഒരു മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എണ്ണയും അതിൻ്റെ കൂടെ തന്നെ കടുകും മിളകും അത് കഴിഞ്ഞിട്ട് കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അതിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലേ ആ ചിക്കൻ അതിനെയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടല്ലേ അതിനെയൊക്കെ ഇതിലിട്ട് ഒന്ന് നന്നായിട്ട് കിണ്ടണം. കിണ്ടി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം നമ്മുടെ സിമ്മിൽ വെക്കണം. അടുപ്പിനെ വെച്ച് ഒരു 10 നിമിഷം ഇത് സിമ്മിലിരുന്ന് കൊതിച്ച് വേകണം. അപ്പോഴേ തന്നെ എന്താവും ആ അരപ്പൊക്കെ ഇല്ലേ ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഒന്ന് ഇറങ്ങി നല്ല ടേസ്റ്റായിരിക്കും കഴിക്കുമ്പോൾ. ഇപ്പം കണ്ടോ നമുക്ക് നോക്കിയാലേ അറിയാം എങ്ങനെ നന്നായിട്ടിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് ഒന്ന് നമ്മൾ ചൂടോടെ എടുത്ത് വെച്ച് കഴിച്ചാൽ അങ്ങനത്തെ ഒരു രുചിയാണ്. താങ്ക് യു.